ഇതിലേക്ക് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല കൊടിമരത്തിന് സംഭാവന നൽകിയവരിൽ സിനിമക്കാരുടെ നീണ്ട നിര. സംഭാവന നൽകിയവർ സ്വർണ്ണപ്പാളികൾ ഒട്ടിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു. ആരൊക്കെയാണ് സിനിമാ താരങ്ങൾ നോക്കിയാൽ സുരേഷ് ഗോപി, മകൻ ഗോകുൽ സുരേഷ്, രഞ്ജി പണിക്കർ, ഷാജി കൈലാസ്, മേനക സുരേഷ്, സുധീർ കരമന എന്നിവരാണ് ആ ചടങ്ങിനെത്തിയത്. അഭിഭാഷക കമ്മീഷണർ കുറിപ്പ് നൽകിയ റിപ്പോർട്ട് പ്രകാരം സുരേഷ് ഗോപി മാത്രമാണ് കൊടിമരത്തിന് സംഭാവന നൽകിയിരിക്കുന്നത്. റഹീസ് റഷീദും TV പ്രസാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം റഹീസിലേക്ക് പോയ റഹീസ്, ഈ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ ദൃശ്യങ്ങൾ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് സുരേഷ് ഗോപി മാത്രം എന്നതാണ്. ഇതിൽ സംഭാവന നൽകിയ സിനിമാ താരങ്ങളെയും നിർമ്മാതാക്കളെയും ഒക്കെ അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോകുന്നതിനിടയിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ആരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തു, അതിൽ ആരൊക്കെ സംഭാവന നൽകി എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഇതല്ലേ? വിനിത, 2017 ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ആ പുനഃപ്രതിഷ്ഠയിൽ ഇല്ലീഗലായ കുറെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും സംസ്ഥാന വിജിലൻസിനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കാനും പറഞ്ഞു. അതിൽ സിനിമക്കാരടക്കമുള്ള നിരവധി ആളുകൾ സ്വർണം ശബരിമലയിലെ കൊടിമരത്തിനും വാജിവാഹനത്തിനും വേണ്ടി നൽകി എന്നതായിരുന്നു SITയുടെ കണ്ടെത്തൽ. അതിൽ പണം നൽകിയ, സ്വർണം നൽകിയ സിനിമക്കാരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ BJP നേതാവായ സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും ഒത്താണ് സുരേഷ് ഗോപി ഈ വാജി വാഹനത്തിൽ, കൊടിമരത്തിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന വാജി വാഹനത്തിൽ മെർക്കുറി പൂശിയതിനു ശേഷം സ്വർണം പതിക്കുന്ന ചടങ്ങിന് വേണ്ടി എത്തിയത്. ഒപ്പമുള്ളത് സിനിമാ സംവിധായകനായ രഞ്ജി പണിക്കറാണ്. ഷാജി കൈലാസ് ഉണ്ട്. ഒപ്പം നിർമ്മാതാവ് സുരേഷ് കുമാർ ഉണ്ട്. കരമന സുധീർ സിനിമാ നടൻ. ഇത്രയും ആളുകളാണ് അന്ന് ഈ കൊടിമരത്തിനും വാജിവാഹനത്തിനും വേണ്ടി സംഭാവന നൽകിയ സിനിമാ താരങ്ങൾ. അന്നത്തെ അഭിഭാഷക കമ്മീഷനായ ASP കുറിപ്പ് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. അതിൽ സുരേഷ് ഗോപിയിൽ നിന്ന് മാത്രം സ്വർണം സംഭാവന നൽകിയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് സിനിമാ താരങ്ങളുടെ വിവരങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അനധികൃതമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, പൈസ തട്ടിയിട്ടുണ്ട് എന്ന് SITയും പിന്നെ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും കണ്ടെത്തുകയും പിന്നീട് അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ ഇവരാരും എത്ര പവൻ സ്വർണമാണ് നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ ആളുകൾക്കൊരു സംശയമുണ്ടാകും, ഇവർക്കിതിൽ റോൾ ഉണ്ടോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആ രീതിയിലേ അല്ല. പക്ഷെ ഇവരൊക്കെ എത്ര സ്വർണം നൽകി, അതല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് സംഭാവന നൽകി എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല. മാത്രമല്ല ASP കുറിപ്പ് ഇതിന്റെ ഇവരിൽ നിന്ന് നേരിട്ട് വ്യക്തിപരമായി തന്നെ സംഭാവനകൾ സ്വീകരിക്കുന്നു. ആ ക്രമക്കേടുകൾ പുറത്തു വരുന്നതിന് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ നിർണായകമാകുന്നത് അല്ലേ? സിനിമാ താരങ്ങളൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയർ പോലുമല്ല. പകരം ഇവരും ഒരുപക്ഷെ പറ്റിക്കപ്പെട്ടവർ ആയിരിക്കാം. കൊടിമരത്തിനും വാജിവാഹനത്തിനും വേണ്ടി അയ്യപ്പനോടുള്ള ഭക്തി കാരണം സംഭാവന നൽകിയ ആളുകളാണ് ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകനും രഞ്ജി പണിക്കറും G സുരേഷ് കുമാറും കരമന സുധീറും ഒപ്പം ഷാജി കൈലാസും അടക്കമുള്ള ആളുകൾ സംഭാവന നൽകിയതാണ്. അവരുടെ വിശ്വാസം കാരണം ശബരിമലയിൽ പുതിയൊരു കൊടിമരം സ്ഥാപിക്കുന്ന സമയത്ത് അവരോട് ശബരിമലയിലെ അന്നത്തെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹമോ അല്ലെങ്കിൽ ശബരിമലയിലെ ഭരണസമിതിയിലുള്ള ആരെങ്കിലുമോ സംഭാവന ചോദിച്ചപ്പോൾ സംഭാവന കൊടുത്ത ആളുകളാണ്. അതായത് നല്ല കാര്യം അയ്യപ്പന് വേണ്ടി ചെയ്ത ആളുകളാണ് ദൃശ്യങ്ങളുള്ളത്. അതല്ലാതെ ഇവർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയരോ സംശയത്തിന്റെ നിഴലിലോ നിൽക്കുന്നവരായിരിക്കില്ല. പകരം ഇവർ കൊടുത്ത സ്വർണം കൃത്യമായ രീതിയിൽ
കൊടിമരത്തിനും വാജിവാഹനത്തിനും വേണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഹൈക്കോടതി അന്വേഷണം നടത്താൻ പറഞ്ഞത്. അതിൽ 67 പേരും മറ്റുമാണ് സംഭാവന നൽകിയിരിക്കുന്നത്. അതിൽ സംഭാവന നൽകിയ ആളുകളുടെ ലിസ്റ്റിൽ സുരേഷ് ഗോപി മാത്രമാണുള്ളത് എന്നതാണ് ഇതിനകത്തെ വാർത്ത. അപ്പോൾ ബാക്കിയുള്ളവർ നൽകിയത് എന്തുകൊണ്ട് ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നത്, ഒപ്പം അങ്ങനെ ഒരു സംഭാവന ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മാത്രമാണ് വാങ്ങാൻ സാധിക്കുക. അന്നത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ച അഭിഭാഷക കമ്മീഷനായ ASP കുറുപ്പിന് എങ്ങനെ സംഭാവന വാങ്ങാൻ കഴിയും എന്ന ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. അതുകൊണ്ട് ഇവർ ഒരു തരത്തിലും ആരോപണ വിധേയരല്ല. ഇവർ സംഭാവന അയ്യപ്പന് നൽകിയ ആളുകളാണ്, പണമല്ല നൽകിയത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചിലരോട് സുരേഷ് കുമാറിനോട് അല്പസമയം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം സംഭാവന നൽകി, സ്വർണം നൽകി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം രഞ്ജി പണിക്കരോട് സംസാരിച്ചിരുന്നു. രഞ്ജി പണിക്കറും പറഞ്ഞത് പണമായല്ല നൽകിയത്, സ്വർണമായി തന്നെയാണ് സംഭാവന നൽകിയത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രഞ്ജി പണിക്കർക്കൊപ്പം സുരേഷ് ഗോപിക്കൊപ്പം രഞ്ജി പണിക്കറും ഷാജി കൈലാസും സുരേഷ് ഗോപിയുടെ മകനും കൂടി ഒരുമിച്ചാണ് പോയത് എന്നൊരു ഓർമ്മയുണ്ട് എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അന്ന് ജി സുരേഷ് കുമാർ അവർക്കൊപ്പം ഉണ്ടായിരുന്നോ എന്ന കാര്യവും കരമന സുധീർ ഒപ്പം ഉണ്ടായിരുന്നു, അതായത് ഒരുമിച്ചാണോ യാത്ര ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനൊരു ചടങ്ങിൽ സംഭാവന കൊടുത്ത ആളുകൾ എന്ന നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് രഞ്ജി പണിക്കർ ഓർമ്മിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. വിനിത.